നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക്. ഇന്ന് കലത്തപ്പം ഉണ്ടാക്കാം. ഇതുപോലെ നല്ല സ്പോഞ്ച് പോലെയും നല്ല ആര് വീണതുമാണ്. നല്ല സൂപ്പർ കലത്തപ്പമായിട്ടുണ്ട്. ഇതുപോലത്തെ കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കിയാൽ മതി, കുക്കറിലാവുന്നില്ലെങ്കിൽ. ഇനി ഇങ്ങനത്തെ കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗൾ പച്ചരി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. 3-4 പ്രാവശ്യം കഴുകി 3 മണിക്കൂർ നേരത്തേക്ക് കുതിർക്കാൻ വെക്കണം. ഇനി അടച്ചു വെക്കാം. 3 മണിക്കൂറായി. അടപ്പ് തുറന്ന് ഇനി വെള്ളം എടുക്കാതെ അരി നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുക. മിക്സിൻ്റെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അരച്ച് തുടങ്ങുമ്പോഴാണ് ഓർമ്മ വന്നത്, ചോറ് ചേർത്തില്ല. 1 ടേബിൾ സ്പൂൺ ചോറും ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് വെള്ളം അടുപ്പത്ത് വെച്ച് ഒരു ബൗൾ വെള്ളമാണ് വെച്ചത്. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളച്ച് വന്ന് ഇനി അരച്ച അരി ഒരു പാത്രത്തിൽ ഒഴിച്ച് ഇനി ചൂടോടെ തന്നെ ഉരുക്കി വെച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. തീരെ കല്ലില്ലാത്ത വെള്ളമാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അരിക്കാത്തത്. നല്ലപോലെ മിക്സ് ചെയ്യുക. കണ്ടില്ലേ, കല്ലില്ല. ഇത് തികച്ചും തന്നെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ചട്ടി വെച്ച് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ മാങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളെ കലത്തപ്പം മിക്സിലേക്ക് ഒഴിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ 4-5 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി മൂത്ത് വന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതും കൂടി ഒഴിച്ച് കൊടുക്കാം കലത്തപ്പം കൂട്ടിനകത്തേക്ക്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. 1/4 ടീസ്പൂൺ സോഡാ പൗഡർ ഇട്ട് കൊടുത്ത് അതുപോലെ പാകത്തിന് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഓൺ ചെയ്ത് ചീഞ്ചട്ടി വെച്ച് കൊടുത്ത് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത്, നെയ്യിലെ വെളിച്ചെണ്ണയാലും മതി, നല്ല ടേസ്റ്റ് വരുള്ളൂ. അടുപ്പത്ത് ഒഴിച്ച് വിട്ട് 1.25 സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഫ്ലെയിം 5 മിനിറ്റായി. 5 മിനിറ്റ് മാത്രം മതി. അപ്പം വെന്ത് കഴിഞ്ഞ് ഇനി കോരിയെടുക്കാം. നല്ല സൂപ്പർ അപ്പമായിട്ടുണ്ട്. രണ്ടാമതും 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് രണ്ടാമത് 1.25 സ്പൂൺ വരെ ഒഴിച്ചിട്ടുള്ളൂ. ഇനി അടച്ചു വെക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കഴിയും. ഇത് കണ്ടില്ലേ, സ്പൂണിൽ പിടിച്ചിട്ടില്ല. രണ്ടാമത്തെ അപ്പവും റെഡിയായി. ബാക്കിയുള്ള അപ്പവും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ അപ്പമായിട്ടുണ്ട്. ഇതുപോലെ ഇതുവരെയും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുമാണ്. ഹോട്ടലിലും കിട്ടുന്ന പോലെ നമുക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഈ കലത്തപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ചെയ്യണേ.